തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ഏറ്റുമുട്ടി UDF BJP കൗൺസിലർമാർ. UDF കൗൺസിലർമാർ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിനിടെ BJP കൗൺസിലർമാർ ഈ രജിസ്റ്റർ പിടിച്ചുവാങ്ങാനെത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സുഗതന് വേണ്ടി ഹാജർ ബുക്ക് മുക്കാൻ BJP ശ്രമിച്ചു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. UDF ബോധപൂർവം ഉണ്ടാക്കിയ സംഘർഷമാണെന്ന് മേയർ VV രാജേഷും പറഞ്ഞു. കൂട്ടത്തല്ലിനിടെ വനിതാ കൗൺസിലർമാർക്കുൾപ്പെടെ പരിക്കേറ്റു. അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സാക്ഷിയായത്. ഭരണപ്രതിസന്ധിയും കൗൺസിലർ സുഗതന്റെ രാജിയും ആവശ്യപ്പെട്ട് പ്രതിഷേധം നടക്കുന്നതിനിടയിലായിരുന്നു ജനറൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. 700-ൽ പരം അജണ്ടകൾ വെച്ച കൗൺസിൽ യോഗം ചേർന്നത് ആകെ 10 മിനിറ്റിൽ താഴെ മാത്രം. പ്രതിഷേധങ്ങളെ തുടർന്ന് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് BJP UDF കൗൺസിലർമാർ ഏറ്റുമുട്ടിയത്. രജിസ്റ്ററിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ രക്ഷിക്കാൻ BJP ഹാജർ മുക്കാൻ ശ്രമിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സുഗതനായി BJP ആണ് സംഘർഷം ഉണ്ടാക്കിയതെന്ന് UDF കൗൺസിലർ KS ശബരിനാഥൻ ആരോപിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനാണ് സംഘർഷം ഉണ്ടാക്കിയതെന്നും KS ശബരിനാഥൻ. നിങ്ങൾ മിനിറ്റ്സ് ബുക്ക് അന്വേഷിച്ചു നോക്കും. ഈ കഴിഞ്ഞ ഒപ്പുള്ള സുഗതൻ വിഷയത്തിൽ ഇനി കോടതിയുടെ സ്റ്റാൻഡിംഗ് ആദ്യം മിനിറ്റ്സ് ബുക്ക് അവർ കീറി. ഇത് സുഗതന് വേണ്ടി അറ്റൻഡൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മേയർ വന്ന് അലങ്കോലമാക്കി. അതിനുശേഷം ഈ മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഒപ്പിടുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ഇവർക്കത് മനസ്സിലായി കളി പാടുന്നത്. സംഘർഷത്തിൽ UDFന്റെ പാളയം കൗൺസിലർ ഷേർലിക്ക് പരിക്കേറ്റു. ഇങ്ങോട്ട് വന്ന് അങ്ങ് അടിച്ച് പിടിച്ചു വാങ്ങയല്ലേ. നമ്മളെ എതിർക്കാൻ അയാളെ പോലെ ഇങ്ങോട്ട് ഇരച്ചുകൊണ്ട് വരുന്നവർക്ക് ഒരു സ്ത്രീക്ക് അയാളുടെ മുമ്പ് എതിർക്കാൻ പറ്റുമോ? ആൾ ഗുണ്ടായിസല്ലേ കാണിച്ചത്. UDF രജിസ്റ്റർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉദയൻ ഇടപെട്ടതെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. UDF ബോധപൂർവം ഉണ്ടാക്കിയ സംഘർഷമാണെന്നും മേയർ. അറ്റൻഡൻസിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. ആ സമയം എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇത് കണ്ട് രജിസ്റ്റർ നശിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ആ രജിസ്റ്റർ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് പരസ്പരം ഒരു കയ്യേറ്റം ചെയ്യുന്ന നിലപാടൊക്കെ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം മേയർക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ പരിക്കേറ്റ കൗൺസിലർമാരെ കൗൺസിൽ യോഗത്തിന് എത്തിച്ചായിരുന്നു LDFന്റെ പ്രതിഷേധം. അസാധാരണ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് LDFന്റെ നീക്കം. ഉദയനെതിരെ UDF കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിക്ക് പിന്തുണ നൽകിയ തദ്ദേശ മന്ത്രി KM ഷാജിയുടെ പ്രതികരണം യോഗത്തിന്റെ തുടക്കത്തിൽ മേയർ കൗൺസിൽ ഹാളിൽ പ്രദർശിപ്പിച്ചു. ഷാജിയുടെ പ്രസ്താവനയെ അഭിനന്ദിക്കുന്നുവെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമയത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെ 2 പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് കൗൺസിൽ യോഗത്തിൽ രാജേഷ് അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.